നമ്മുടെ പ്രവാസിയുടെ ഭാര്യ എന്ന വിഷയം പറയുമ്പോൾ തന്നെ പ്രവാസി സംഘടനകളെ നന്നായി പ്രവർത്തിക്കുന്ന മസ്കറ്റ് സുന്നി സെന്ററിന്റെ ബഹുമാന്യനായ അമലക്കാരൻ പുറന്ന് അബ്ദുള്ള മുസ്ലിയാർ നമ്മുടെ കൂടെയുണ്ട്. അവരൊക്കെ ധാരാളം അറിയുകയും അനുഭവിക്കുകയും ചെയ്ത ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരുകൾ കണ്ടറിഞ്ഞ പ്രവാസ ജീവിതത്തിന്റെ ഉപ്പുനീരും കൈപ്പുനീരും തിരിച്ചറിഞ്ഞവരാണ്. അവരുടെ മുമ്പിൽ തന്നെ, അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ ഒരു വിഷയം, പ്രവാസിയുടെ ഭാര്യ എന്ന വിഷയം അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രവാസിയുടെ ഭാര്യ എന്ന വിഷയത്തിൽ ഖുർആന്റെ വെളിച്ചത്തിൽ ഒരു പ്രവാസിയുടെ ഭാര്യ ആരാവണം, പ്രവാസിയുടെ ഭാര്യയ്ക്ക് ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടോ, അതല്ല ഗൾഫുകാരന്റെ ഭാര്യ ആദ്യമായി നൂറ്റാണ്ടിൽ ഉണ്ടായതാണോ, അവർക്ക് ജീവിതത്തിൽ അനുധാവനം ചെയ്യാൻ ഏതെങ്കിലും ഒരു കഥാപാത്രം അള്ളാഹുവിന്റെ ഖുർആനും വിശുദ്ധമായ ഇസ്ലാമും പറയുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രവാസിയുടെ ഭാര്യ ഭർത്താവ് അങ്ങ് അകലെ നിൽക്കുമ്പോൾ അവൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവൾ ജീവിതത്തിൽ സൂക്ഷ്മമായി പഠിക്കേണ്ട പാഠങ്ങൾ ഏതൊക്കെയാണ്, അതിലൂടെ ഒരു നല്ല ജീവിതത്തിൽ കൊണ്ടുപോകാനാണ് ഈ വിഷയത്തിലൂടെ ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും പറയാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഇര അതാണ് പ്രവാസിയുടെ ഭാര്യ. എല്ലാവരും വേട്ടയാടാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന കുറുക്കനും വേട്ടമൃഗങ്ങളും കണ്ണുകളുമായി കാത്തു നിൽക്കുന്ന 4 ഭാഗത്തു നിന്നും വലയം ചെയ്യപ്പെട്ട ഒരു വേടന്റെ വലയിൽ വീണ ഒരു മൃഗത്തിന്റെ അവസ്ഥയാണ് പ്രവാസിയുടെ ഭാര്യയെ ഒരു ഭാഗത്തുകൂടി നാം നോക്കും. യഥാർത്ഥത്തിൽ പ്രവാസിയുടെ ഭാര്യയ്ക്ക് പറയാൻ കഴിയുന്ന ഒരു നിർവചനം അതാണ്: ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഇര ഒരു ഭാഗത്ത്, മറുഭാഗത്ത് എവിടേക്കാണ് അടിച്ചുവിട്ട് എന്നത് അറിയാതെ, കടിഞ്ഞാണില്ലാതെ, നിയന്ത്രണമില്ലാതെ വല്ലാത്ത കുതിപ്പോടെ പായുന്ന ഒരു വേട്ട മൃഗത്തിന്റെ റോളും ചിലപ്പോൾ പ്രവാസിയുടെ ഭാര്യയ്ക്ക് ഉണ്ടാവാറ്. ഒരു ഭാഗത്ത് ഇരയും മറുഭാഗത്ത് വേട്ടമൃഗവുമായി സമകാലീന സാമൂഹ്യ സ്ഥിതികളുടെ കലുഷിതമായ സാഹചര്യങ്ങളിലൂടെ എവിടേക്കാണ് നടക്കേണ്ടതെന്നറിയാതെ, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാതെ നടന്നു പോകുന്ന പ്രവാസിയുടെ ഭാര്യയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോ ആദ്യമായി നാം അറിയേണ്ട പ്രധാനപ്പെട്ട പാഠം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേപോലെ മദീനയിലെ ഒരു പ്രഭാത സമയം രാവിലെ ഈത്തപ്പനമരത്തിന്റെ ഓലകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുടിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ സുബഹിന്റെ നാമം കേട്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായികൾ മസ്ജിദ് നബവിയിലേക്ക് സുബഹി നമസ്കാരത്തിന് വേണ്ടി പാഞ്ഞെടുക്കുമ്പോ ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതനായ മനുഷ്യനാഥനാവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ സുബഹി നമസ്കാരത്തിന് കൈകെട്ടി നമസ്കാരം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച അപൂർവമായ ഭാഗ്യത്തിന്റെ ഉടമകൾ സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സലാം വീട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ സുബഹി നമസ്കാരത്തിന് ശേഷം തങ്ങളോട് ഇന്ന് വിലപ്പെട്ട ഏത് ഉപദേശമാണ് നൽകുന്നത് എന്നറിയാൻ സാഹൂദ സഫർക്കും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പഞ്ചമ്പകപ്പൂ തേനിതര അതിരങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട അനുയായികളോട് അന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തൊരു വലിയ പാഠമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാഠം, ജീവിതത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത പാഠം. തന്റെ നേരെ സതുപദേശത്തിന്റെ ഓർമ്മ കാഴ്ചകളിലോട്ട് കിടന്നു പോകാൻ കാത്തിരിക്കുന്നതിന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ അടുക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: അലാ ഉഖബിറുക്കും ബിഖൈരി മാ യക്രിസുൽ മർഉ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം മറ്റൊന്നുമായിരുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു അത്രേ: അലാ ഉഖബിറുക്കും ബിഖൈരി മാ യക്രിസുൽ മർഉ. ഒരു പുരുഷന്റെ ജീവിതത്തിൽ അല്ലാഹു അവന് നൽകുന്ന വിലമതിക്കാൻ കഴിയാത്ത സൗഭാഗ്യമേറെന്ന്, ഒരു പുരുഷ ജീവിതത്തിന് വില നിശ്ചയിക്കാൻ കഴിയാത്ത അമൂല്യമായ നിധിയേറെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് മറുപടി പറഞ്ഞു: അത്രേ നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ പറഞ്ഞു തരിക നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരെ പറഞ്ഞു തരിക നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവനോട് പെണ്ണിനെ കുറിച്ചു കൂടിയ കാലഘട്ടത്തിൽ
പെണ്ണീ ലോകത്ത് മാനം കാണേണ്ടവളല്ല, അവൾ മാനത്തെ പ്രകാശം കാണേണ്ടവളല്ല എന്ന നിർബന്ധ ബുദ്ധിയോട് ജനിച്ച വീണ ഉടനെ പെണ്ണിനെ മണ്ണിൽ കുഴിച്ചുമൂടിയ കാട്ടാളന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ലോകത്തിന്റെ സ്ത്രീത്വത്തിന്റെ വിമോചനത്തിന്റെ ശബ്ദമുയർന്നു. ഒരു പുരുഷ ജീവിതത്തിൽ കിട്ടുന്ന അമൂല്യമായ നിധി ഏതെന്ന് നിങ്ങൾക്കറിയുമോ? അൽ മർഅത്തു സാലിഹ, അൽ മർഅത്തു സാലിഹ. അതവന്റെ സച്ചരിതയായ ഭാര്യയാണ്, അതവന്റെ സച്ചരിതയായ ഭാര്യയാണ്, അതവന്റെ സച്ചരിതയായ ഭാര്യയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മൈക്കിൾ എത്തിയോളന്ന് ബേസ് കൂട്ടിട്ട് ഇത്ര സ്ഥലത്തുള്ള ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പോഴാണ് മുസ്ലിമാണെന്നുള്ള ബോധമുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റ ഹദീസിലൂടെ നാം തുടങ്ങുകയാണ്. ഒരു പുരുഷന്റെ ജീവിതത്തിൽ വിലമതിക്കാൻ കഴിയാത്ത അമൂല്യമായ തിരുവനന്തപുരത്തെ അനന്തപുരിയിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയിൽ കൂട്ടിയിട്ട കാലാന്തരങ്ങൾ പഴക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് വില നിശ്ചയിക്കാം. പക്ഷേ ബ്രൂണൈ സുൽത്താന്റെ 4488 ശീതീകരിച്ച റൂമുകൾ കിടന്നുറങ്ങുന്ന സാക്ഷാൽ ബ്രൂണൈ സുൽത്താന്റെ വരുമാനത്തിന്റെ അമൂല്യമായ വരുമാനത്തിന്റെ കണക്ക് കൂട്ടിയെടുക്കാം. ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും പ്രമുഖനായ വ്യവസായിയായ മുകേഷ് അംബാനിയുടെ ഒരു മാസത്തെ വിറ്റുവരുമാനം 980 കോടി രൂപയാണെന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ വില കണക്കാക്കാൻ കഴിയാത്ത അമൂല്യമായ ഒരു നിധി ലോകത്തിന്റെ, ആ നിധി ഏതെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ലോകത്തോട് ചോദിച്ചു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഒരു പുരുഷന്റെ ജീവിതത്തിൽ കിട്ടുന്ന അമൂല്യമായ നിധി ഏതാ? ഈ ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന എന്റെ വലതുഭാഗത്തിരിക്കുന്ന ഈ സമൂഹ നദി. നമ്മുടെ ജീവിതത്തിലെ വിലമതിക്കാൻ കഴിയാത്ത നിധിയാണ് പെണ്ണ് എന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണ് അവൾക്ക് വിലയിടാൻ കഴിയാത്തത്? ഇന്ന് പെണ്ണിന് വിലയിടുന്ന കാലം. ഹദീസ് കേൾക്കുന്നതിന് മാത്രമല്ല, എപ്പോഴാണ് അവൾക്ക് വില നിശ്ചയിക്കാൻ കഴിയാത്തത്? വെറും ഒരു പെണ്ണിന് വില നിശ്ചയിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ 1000-ന്റെയും 10,000-ന്റെയും പച്ചനോട്ടിന്റെ മുമ്പിൽ മടങ്ങി വീടുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ വിലയെക്കുറിച്ചെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വിലയിടാൻ കഴിയാത്ത, വില നിശ്ചയിക്കാൻ കഴിയാത്ത, പച്ചനോട്ടുകൾക്ക് പ്രലോഭിപ്പിക്കാൻ കഴിയാത്ത, ഈ വർണ്ണശബളമായ മായക ലോകത്തിന്റെ കാഴ്ചകൾക്ക് പ്രകോപനങ്ങൾക്കോ വഴിയരാക്കാൻ കഴിയാത്ത ലോകത്തിന്റെ അമൂല്യമായ രത്നമേതാന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറുപടി അൽ മർഅത്തു സാലിഹ. വെറും പെണ്ണെന്നല്ല, വെറും പെണ്ണെന്നല്ല, വെറും പെണ്ണ് അവൻ ലോകത്ത് വിലയിടാൻ കഴിയുന്നവളാണ്. ഭോഗനിഷ്ഠയുടെ മരുപ്പുറമായി പോയ ഹൃദയത്തിന്റെ മുമ്പിൽ ആരുടെ മുമ്പിലും അടിയറ വെക്കാൻ കഴിയുന്ന പെണ്ണ്, അവൾ വില നിശ്ചയിക്കാൻ കഴിയും. പക്ഷെ പ്രവാചകൻ പറഞ്ഞു സാലിഹത്തായ പെണ്ണ്. ആരാണവൾ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഥാർത്ഥ സച്ചരിതയായ പെണ്ണ് എന്ന് പറഞ്ഞാൽ അവളുടെ ഗുണം ഇന്നവള ഇലൈഹാ സറത്. അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ നോക്കുന്നവന് സന്തോഷമുണ്ടാവും. ആ പെണ്ണിനോട് അവളുടെ ഭർത്താവ് എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്നവളായിരിക്കും. മൂന്നാമത്തെ ലക്ഷണമുള്ളവളാണ് പ്രവാസിയുടെ ഭാര്യ. അതാണ് പ്രവാസിയുടെ ഭാര്യ. സച്ചരിതയായ പെണ്ണിന് 3 ഗുണം. ആദ്യം നിങ്ങൾ ആലോചിക്കുകയും, നിങ്ങൾക്ക് കിട്ടിയ നിധി അമൂല്യമാണോ അല്ലയോ? ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ ലോകത്തിലെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്താ മനുഷ്യന്മാരെ ആമീൻ പറയാത്തത്? പ്രതീക്ഷയില്ലേ? പ്രതീക്ഷയില്ലേ അവനവന്റെ ഭാര്യമാരെ കുറിച്ച്? ഇനി എത്ര ആമീൻ പറഞ്ഞാലും പൊന്നുസ്താദെ അവളെ നന്നാക്കാൻ പറ്റൂലെന്ന് ആവണം, മാറി നിൽക്കണം. നിന്റെ അദൃശ്യതയിൽ അവളുടെ മാനവും നിന്റെ സമ്പത്തും സൂക്ഷിക്കുന്നവൾ. ഭർത്താവിന്റെ അഭാവത്തിൽ അവളുടെ ശരീരത്തെയും തന്റെ ഭർത്താവിന്റെ സമ്പത്തിനെയും സംരക്ഷിക്കുന്നവൾ ആരാണോ അവളാണ് ലോകത്തിലെ സച്ചരിതയായ ഭാര്യ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ വഴിപാട് തുറക്കുക. ഭർത്താവിന്റെ അപാരതയിൽ, അവന്റെ അദൃശ്യതയിൽ, അവന്റെ അഭാവത്തിൽ ഭർത്താവ് അടുത്തില്ലാതിരിക്കുമ്പോ
തന്റെ ശരീരത്തെയും ആ ഭർത്താവിന്റെ സമ്പത്തിനെയും സംരക്ഷിക്കുന്നവരാണോ? സ്വന്തം ഭർത്താവ് നാടിനോട് വീടിനോട് വിട പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് അറബിക്കടലിന്റെ അരമാലയും താടി അങ്ങനെ ഗൾഫിന്റെ മണ്ണിലോട്ട് കടന്നിരുന്ന് അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുമ്പോ ഭർത്താവ് ചാരത്തില്ല, ഭർത്താവിന്റെ സാമീപ്യമില്ല, അവന്റെ അടുപ്പമില്ല. ആ സമയത്ത് എനിക്കും എന്റെ മക്കൾക്കും വേണ്ടിയാണ് എന്റെ ഭർത്താവ് മണലാരുണ്യത്തിൽ കിടന്ന് പെടാപ്പാടുപെടുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ഭർത്താവിന്റെ ഭാവത്തിൽ തന്റെ ചുറ്റുവട്ടത്തിലേക്ക് നീട്ടിക്കൊണ്ട് കടന്നു വരുന്ന മലങ്കടുകന്മാരുടെ പ്രകോപനത്തിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ശരീരത്തെയും എന്റെ ഭർത്താവിന്റെ സമ്പത്തിനെയും അമാനത്തോടെ സംരക്ഷിക്കാൻ കഴിയുന്നവളാരോ അവളാണ് ഭാര്യയെന്ന്, അവളാണ് പ്രവാസിയുടെ ഭാര്യയെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിലക്കെടുക്കാൻ കഴിയുന്നവളായി പെണ്ണുമാറുമ്പോ എത്രയെത്രയോ സംഭവങ്ങളാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്ക് വെളിച്ചം വീഴേണ്ടത്. ഇന്നലെ രാവിലെയാണ് പത്രമെടുക്കുമ്പോ പൊന്നാനി കടപ്പുറത്ത് എവിടെയോ 12 വയസ്സുകാരിയുടെ മൃതദേഹം അടിഞ്ഞു അത്രേ. എവിടെയോ കടപ്പുറത്തെവിടെയോ മുനമ്പത്തെ കടപ്പുറത്തെവിടെയോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിന്റെ മൃതശരീരം അടിഞ്ഞു പോയത്രേ. എവിടെയാണ് തിരച്ചിൽ നടത്തേണ്ടത്? സ്കൂൾ ബാഗിൽ കണ്ട മൊബൈൽ ഫോൺ ചോദ്യം ചെയ്ത അധ്യാപകന്റെ ചോദ്യം കഴിയുമ്പോ പിന്നെ കാണുന്നത് മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി വന്ന പൊന്നുമോളുടെ മൃതദേഹമാണ് കാണുക. സഹോദരങ്ങളെ, പ്രവാസിയുടെ ഭാര്യ പറയുമ്പോൾ എനിക്കുറപ്പില്ല, ഞാൻ പറയുന്നത് പറയേണ്ട സ്ഥലത്ത് തന്നെയാ, ഈ വിഷയം പറയുന്നത് പറയേണ്ടടുത്ത് തന്നെയാ പറയുന്നതെന്ന്. ലോകത്തെ കീഴടിച്ച കൊലപാതകങ്ങൾ, ലോകത്തെ ഞെട്ടിച്ച കൊലപാതകങ്ങൾ. ചാവക്കാട് 27 വയസ്സുള്ള റസിയ എന്ന പെണ്ണിനെ പാതിരാ സമയത്ത് വെട്ടി കൊലപ്പെട്ട ദാരുണമായ കഥാപാത്രത്തിന്റെ നടുവ് സമുദായമേ ചിന്തിക്കുക, സമുദായമേ ചിന്തിക്കുക. 27 വയസ്സുകാരി പെണ്ണിനെ അവളെ കരുത്തിന് തോർത്തുകൊണ്ടുകൊണ്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടുപോയി പാതിരാ സമയത്ത് കൊലപ്പെടുത്തി. നൂറുദ്ദീൻ എന്ന ചെറുപ്പക്കാരന് എവിടെയാ സംഭവിച്ചതെന്നറിയുമോ? ആ പെണ്ണെവിടേക്ക് വന്നതാണ്. സാഹചര്യങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീർണതകൾക്കെതിരെ ജിഹാദ് വിളിക്കുന്ന സംസ്കാരത്തിലോട്ട് കടന്നു പോവുക. ആ പെണ്ണ് വന്നത് മണത്തല നേർച്ച കൂടാനാണത്രേ. അവൾ വന്നത് മണത്തല നേർച്ച കൂടാനാണ്. പാതിരാത്രി സമുദായം കോടികളെറിഞ്ഞ് ആനയും അമ്പാരിയും വെച്ച് കോടികളെറിഞ്ഞ് പകട് കളിക്കുമ്പോ അതിന്റെ നടുവിലാണ് മണത്തല നേർച്ചയിൽ വാശിയോടെ വൈരാഗ്യത്തോടെ ആനടാ നിങ്ങളെ തടുക്കാനെന്ന് പറഞ്ഞ് 6 കോടി ചെലവഴിച്ചിട്ട് ആനയെ നടത്തി എഴുന്നള്ളിപ്പ് നടത്തുമ്പോഴാണ് പാതിരാ സമയത്ത് ആരും അറിഞ്ഞില്ല. മണത്തല നേർച്ചയിൽ ആടി തീർത്തവരറിഞ്ഞില്ല, അവിടെ തുള്ളിക്കളിച്ചവരറിഞ്ഞില്ല. ആ സമയത്ത് 27 വയസ്സുള്ള പെണ്ണിന്റെ കരുത്തിൽ ഷാള് മുറുകുകയായിരുന്നുവെന്ന് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത് എവിടെയാ? ആ 27 വയസ്സുള്ള പെണ്ണിതേവരെ വിവാഹം കഴിച്ചിട്ടില്ല, അവളെ ആരും കെട്ടിച്ചു വിട്ടിട്ടില്ല. ഒരു ഭാഗത്ത് സമുദായം 6 കോടിയുടെ ആർഭാടം നടക്കുമ്പോ ആനയ്ക്ക് വേണ്ടി, അമ്പാരിക്ക് വേണ്ടി, മദ്ദളത്തിന് വേണ്ടി, ചെണ്ടയ്ക്ക് വേണ്ടി, വ്യഭിചാരത്തിന് വേണ്ടി 6 കോടി ഒരു രാത്രിയിൽ ചെലവഴിക്കുമ്പോ 27 വയസ്സുള്ള ഈ സമുദായത്തിന്റെ പെണ്ണിനെ ഇതേവരെ കെട്ടിച്ചു വിടാൻ സമുദായത്തിനാളുണ്ടായില്ല. എല്ലാം നടന്നു പോകുന്ന ലോകം സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പ്രവാസിയുടെ ഭാര്യയെ എനിക്കും പറയാനുള്ളത് തന്നെയാണ്, സാഹചര്യങ്ങളെ മാറ്റി നിർത്തുക. മണത്തല നേർച്ചയിൽ ഒരു രാത്രി 6 കോടി ചെലവഴിച്ചു സമുദായം. ആ സമയത്തൊരു പെണ്ണിനെ, 27 വയസ്സുള്ള പെണ്ണിനെ, ആ പെണ്ണിനെ നൂറുദ്ദീൻ എന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടുപോയി. അവൾ ഇറങ്ങിക്കൊണ്ടുപോയി. രാത്രിയിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ രാത്രി 2 മണിക്ക് വിറകുപറയിൽ വെച്ച് ആ പെണ്ണ് 2 പ്രാവശ്യം അവരുമായി ശാരീരികമായി ബന്ധപ്പെട്ടു. തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് തിരിച്ചു പോയില്ല. 27 വർഷമായി താൻ അടക്കി പിടിച്ച വികാരങ്ങൾ മുഴുവനും ഒരു പുരുഷന്റെ ചൂടിനും ചൂരിനും ആ പെണ്ണടിയറ വെച്ചപ്പോൾ പിന്നെ അവൾക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. ആരാണ് മറുപടി പറയേണ്ടത്? പ്രവാസിയുടെ ഭാര്യയെ കൊത്തിപ്പറിക്കാൻ ആളുകളുണ്ട്, അവളെ കുറ്റം പറയാൻ ആളുകളുണ്ട്. ആദ്യം ഞാൻ പറയുന്നു, ദ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം. വൈദ്യശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട തിയറിയുണ്ട്, ദ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പ്രതിരോധം പ്രതിവിധിയേക്കാൾ മെച്ചം. വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കലാണ്. വന്നിട്ട് ഇനി ഡെങ്കിപ്പനി വന്നിട്ട് കൗൺസിലർമാർ മുഴുവനും കൂടി ഈ രഗയുമായിട്ട് നടത്തിക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുമ്പേ വരാതെ നോക്കലാണ്. വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, കൊതുക് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ പനി വരും. പനി വന്നിട്ട് പിന്നെ ലഘുലേഖയും പാരാസെറ്റാമോളും കൊടുത്താൽ അതത്ര ശരിയാകുന്നു പിന്നെ കണ്ടറിയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വരാതിരിക്കലാണ് നല്ലത്. ഇവിടെയെല്ലാം ആർക്കും അടിഞ്ഞാടാൻ കഴിയുന്നത് എവിടെയാ?
പണ്ട് കാലഘട്ടത്തിൽ ഗാനമേളയ്ക്ക് പോകാം, നാടകത്തിന് പോകാം. ഇന്ന് ഏത് പെണ്ണിനും അഴിഞ്ഞാടാൻ കഴിയുന്ന സ്ഥലമേട. കുറെ ആനയും അമ്പാരിയും വെച്ച് നേർച്ച നടക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുണ്ട്. ഉണ്ട്. പറക്കത്തിന് വേണ്ടി എന്റെ അടുത്തുണ്ട്. ഒരു പറക്കത്തിന് വേണ്ടി എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിരിക്കുക. പറയുന്നവർ ഉൽപ്പതിഷ്ണുക്കളായി, പറയുന്ന പണ്ഡിതന്മാർ സുന്നത്യമാനത്തിന് വെളിയിലായി. എല്ലാവരുടെയും വാക്കുകൾ പ്രകടിച്ചുകൊണ്ട് ഇൻഷാഅല്ലാഹ് ബാക്കി ഭാഗം ഞാൻ ഫെബ്രുവരി 25, 26 ചാവക്കാട് ടൗണിൽ പ്രസംഗം നടത്തുന്നുണ്ട്. 2 ദിവസം ജീർണതയ്ക്കെതിരെ ജിഹാദ് വിഷയം തന്നെയാണ്. ആദ്യത്തെ ദിവസം ഈ ആണ്ട് നേർച്ച തന്നെ, ഈ ആനയും അമ്പാരിയും വെച്ചുള്ള ആണ്ട് നേർച്ച. എല്ലാ ആണ്ട് നേർച്ചയല്ല, ആനയും മദ്ദളവും കെട്ടുമായിട്ടുള്ള ആണ്ട് നേർച്ച. ഇത് ആരുണ്ടാക്കി, അവന്റെ അവസ്ഥ എന്തായിരുന്നു? ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഈ മാസം 25, 26 ചാവക്കാട് ടൗണിൽ സംസാരിക്കുന്ന നേരെ അവിടെ വരും. അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യത്തെ ദിവസം ഈ ജീർണത തന്നെ. രണ്ടാമത്തെ ദിവസം കല്യാണ വീട്ടിലെ ജീർണത. തൃശ്ശൂര് ഒരു പെൺകുട്ടിയെ, 15 വയസ്സുള്ള പെൺകുട്ടിയെ 17 വയസ്സുകാരൻ തട്ടിക്കൊണ്ടുപോയി. അവൻ കൊണ്ടുപോയി, അവൻ ബൈക്കിലേക്ക് ഒന്ന് കറങ്ങിയപ്പോ അവന്റെ ആവേശം തീർന്നു. വൈകുന്നേരം ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് കൊടുത്തു, അവൻ ബസ് ഡ്രൈവർക്ക് കൊടുത്തു. പിന്നെ അതൊരു ദൗർത്ത് സെൽസിലാണല്ലോ ഇക്കാര്യത്തിന്. പിന്നെ ഒരു ദൗർത്ത് സെൽസില. സൂര്യനെല്ലിയിൽ നോക്ക്, ഒരു ജുമയ്ക്കുള്ള ആളുണ്ട് 40 പേര്. ഒരു ജുമയ്ക്കുള്ള ആളുണ്ട്, പ്രതികൾ മാത്രം. എല്ലാവരും കൂടെ കൂടിയ സെൻട്രൽ ജയിലിൽ ജുമ നിർവഹിക്കാം. എന്താണ് നിങ്ങൾ ചിന്തിക്കുക? ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നതമായ നീതി കോടതിയുടെ ജഡ്ജി സൂര്യനരിയിൽ 9ാം ക്ലാസ്സിലെ പെണ്ണിനെ മറ്റുള്ളവർക്ക് കൊടുത്തവന്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ വന്ന് ധർമ്മരാജൻ, ആരാണ് ഇവന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണിനെ 40 പേർക്ക് കൈമാറിയവന് ധർമ്മരാജൻ എന്ന് പേരിട്ടതാരാണ് എന്ന് ചോദിക്കേണ്ടി വന്നു സുപ്രീം കോടതിയുടെ ജഡ്ജി. ഇവൻ ആര് ധർമ്മരാജൻ എന്ന് പേരിട്ടു? അവന്റെ പേര് ധർമ്മരാജൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവസ്ഥയിലേക്ക് പെണ്ണിനെ കൊത്തിപ്പറിക്കുന്ന ഒരു ലോകത്ത് എല്ലാം പെണ്ണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനുള്ള ഉപഭോഗ വസ്തുവാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ആസ്വാദക ലോകത്തിന്റെ മുമ്പിലാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ, വർഷങ്ങളോളം ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ തന്റെ മണിയറയിലേക്ക് വരുന്ന ഭർത്താവിനെയും കാത്ത് വിരക ദുഃഖത്തോടെ പണ്ട് ദുബായ്ക്കത്ത് പാട്ട് പാടിയ പ്രവാസിയുടെ ഭാര്യ ജീവിച്ചിരിക്കുക. ആ പ്രവാസിയുടെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഒരു നാട്ടിലെ